എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് മുന്നേറാനുള്ള കരുത്ത് ഈശ്വരീയതയാണ് എന്നാണ് പ്രാചീന ഭാരതീയരുടെ കാഴ്ചപ്പാട്. ഈ അചഞ്ചലമായ സുദൃഢമായ വിശ്വാസം ഈശ്വരനിൽ നമുക്ക് വേണം എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഈശ്വരനെ സ്വഹൃദയത്തിൽ ദർശിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ കാണാൻ കഴിയുമ്പോൾ നമ്മൾ ധന്യരായിത്തീരും. അചഞ്ചലമായ സുദൃഢമായ വിശ്വാസം നമുക്ക് ഭഗവാനിൽ വേണം. അങ്ങനെയുള്ളവരാണ് ഇത് പഠിക്കാൻ വരേണ്ടത്. ആസ്തികരായിരിക്കുക, നാസ്തികരല്ല, ആസ്തികരായിരിക്കുക. ഈ ആസ്തികത എന്ന വാക്കിന്റെ അർത്ഥം ഈശ്വരനിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കാതിരിക്കുക എന്നല്ല ആസ്തിക നാസ്തിക വാക്കുകളുടെ അർത്ഥം. നാസ്തികോ വേദനിന്ദക. നാസ്തികൻ എന്ന് പറഞ്ഞാൽ വേദത്തെ നിന്ദിക്കുന്നവനാണ് എന്നാണ് സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്, മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. എഴുതിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. നാസ്തികോ വേദനിന്ദക. നാസ്തികൻ എന്ന് പറഞ്ഞാൽ വേദത്തെ നിന്ദിക്കുന്നവനാണ്. ഈശ്വരനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്നുള്ളത് വിഷയമല്ല. ആ ഭഗവാനാണ് നമുക്ക് എന്ത് നൽകിയിരിക്കുന്നത്? വേദത്തെ നൽകിയിരിക്കുന്നത്. ആ ഭഗവാനെ സ്വഹൃദയത്തിൽ ദർശിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ധന്യരായി തീരുകയാണ്, ധന്യരായി തീരുകയാണ്. ഇത് നമ്മൾ പലപ്പോഴും ഹിന്ദുക്കൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ വിപുലമായ ചില കാഴ്ചപ്പാടുകളോട് കൂടിയതാണ്. നമ്മൾ പരീക്ഷ പാസ്സാവാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി 100 എണ്ണയോ അല്ലെങ്കിൽ ഒരു കർപ്പൂരമോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ ഒക്കെ കത്തിച്ചാൽ മതി, അങ്ങനെ ഭഗവാൻ പ്രസാദിച്ച്, നിങ്ങളുടെ ചന്ദനത്തിരി കിട്ടിയത് കൊണ്ട് അദ്ദേഹം പ്രസാദിക്കുകയും 1 ലിറ്റർ എണ്ണ വാങ്ങാൻ കഴിവില്ലാത്ത ആളാണ് ഭഗവാൻ എന്നൊക്കെ കരുതി 1 ലിറ്റർ എണ്ണ ഭഗവാന് കൊടുക്കാം, എന്നാ എൻ്റെ കാര്യം ചെയ്തു തരണം എന്നൊക്കെ പറയുന്ന ട്രാൻസാക്ഷണൽ ബിലീഫ് അല്ലെങ്കിൽ കൈമാറ്റ വിശ്വാസമല്ല വാസ്തവത്തിൽ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാ ദാരിദ്ര്യങ്ങളുടെയും മൂലകാരണം ഈശ്വര സാന്നിധ്യമില്ലായ്മയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഐശ്വര്യ ഇത് ഈശ്വര. അപ്പോൾ എല്ലാ ദാരിദ്ര്യങ്ങളുടെയും മൂല കാരണം ഈശ്വര സാന്നിധ്യമില്ലായ്മയാണ്. എന്താണ് ഈശ്വര സാന്നിധ്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ? ഐശ്വര്യ ഇത് ഈശ്വര. എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവൻ ഭഗവാനാണ്, ഈശ്വരനാണ്. ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഭഗധനനാം. ധനത്തെ നൽകുന്നവനാരോ ആ വ്യക്തിയാണ് ഭഗവാൻ. ധനത്തെ നൽകുന്നവൾ ഭഗവതി. ഈ അർത്ഥവും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ ഒരു ദാരിദ്ര്യം മാത്രമാണോ? അങ്ങനെയല്ല. ചിന്താദാരിദ്ര്യമായാലും വിദ്യാദാരിദ്ര്യമായാലും സാമ്പത്തിക ദാരിദ്ര്യമായാലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈശ്വരനിലുള്ള വിശ്വാസരാഹിത്യമാണ് എന്നതാണ് സത്യം. ചിന്താദാരിദ്ര്യം എന്താണ്? നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നതിൽ കുറവ് സംഭവിക്കുക, അല്ലേ? ചിന്താദാരിദ്ര്യം. അതുപോലെ തന്നെ വിദ്യാദാരിദ്ര്യം. എന്താണ് വിദ്യാദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? സാമ്പത്തികമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ പഠനമില്ല. അതാണ് വിദ്യാദാരിദ്ര്യം. വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, വേണ്ടത്ര ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തിക ദാരിദ്ര്യവും, സമ്പത്തില്ല. അങ്ങനെ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് വാസ്തവത്തിൽ എന്താണെന്നാണ്? ഈശ്വരനിലുള്ള വിശ്വാസരാഹിത്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് പ്രാചീന ആചാര്യന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ കാഴ്ചപ്പാട്. ചിരന്തനമായ സാധനാ പ്രക്രിയ, കാലാതിപാതം വരാത്ത നമ്മുടെ യശസ്സാണ്. കാലാതിപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം കൊണ്ട് ഇല്ലാതായിത്തീരുക. അപ്പൊ കാലാതിപാതം കൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതായി പോകുന്നില്ല. ചിരന്തനമായ സാധനാ പ്രക്രിയ നമുക്ക് അത്യാവശ്യമാണ്, നമ്മുടെ യശസ്സാണ്. അപ്പൊ സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര വിശ്വാസത്തിന് വേണ്ടി, ഈശ്വരനിൽ മനസ്സുറപ്പിക്കുന്നതിന് വേണ്ടി, സദാ ഈശ്വര ചിന്തനം നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന നമ്മുടെ സമർപ്പണ ഭാവത്തെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന സാധന എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ വാക്കുകളൊക്കെ ആദ്യമായി കേൾക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, അല്ലേ? അവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പ്രതിദിനം, ദാറ്റ് മീൻസ് എവറി ഡേ.
നാം സാധന ചെയ്തുകൊണ്ടാണ് സനാതന വൈദിക ധർമ്മത്തെ ഉയർത്തിക്കാട്ടേണ്ടത്. എങ്ങനെയാണ് സനാതന വൈദിക ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ഉയർത്തിക്കാണിക്കുക, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പുണരുക? എല്ലാവരും പറയും ഞാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും, സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ സനാതന വൈദിക ധർമ്മത്തെ ഉയർത്തിക്കാണിക്കുന്നത് എങ്ങനെയായിരിക്കണം? അതായത് ഞാൻ ഒരു സനാതന ധർമ്മത്തിലുള്ള അടിയുറച്ച വിശ്വാസകനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് നാം സാധന ചെയ്തുകൊണ്ടാണ്. വൈദികമായ സാധന, ദിവസവും സാധന ചെയ്യുന്നയാളാണ് വൈദിക ധർമ്മത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട ആചരണങ്ങൾ ആചരിക്കുക എന്നാണ് അർത്ഥം. ആചാര പരമോധർമ്മ, ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനം ആചരണമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വൈദിക ധർമ്മത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം അതിൽ പറയുന്ന ആചരണങ്ങൾ, ഡെയിലി റിച്വൽസ് ചെയ്തു തുടങ്ങണം.